എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സോളാർ ചാർജ് കൺട്രോളർ, അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. ഈ പ്രോഡക്റ്റിൻ്റെ ഉപകാരങ്ങളും ദോഷങ്ങളും നിങ്ങളോട് വ്യക്തമായിട്ട് പറയണം. കാരണം നമ്മുടെ പോളിസി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതല്ലാണ്ട് കമ്പനിയെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഈ പ്രോഡക്റ്റിൻ്റെ ഉപകാരങ്ങളും ദോഷങ്ങളും. അത് മറ്റു കൂട്ടുകാർക്കും എനിക്കും അത് ഒരു ഉപകാരം തന്നെയാണ്. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സുഹൃത്താണ് നിങ്ങളെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം തീർച്ചയായിട്ടും, കാരണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് 10 ആംപിയറിൻ്റെ സോളാർ ചാർജറാണ്. ഇതിനകത്താണെങ്കിൽ നമുക്ക് 24 വോൾട്ടിൻ്റെയും 12 വോൾട്ടിൻ്റെയും ബാറ്ററി കണക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള USB കേബിളുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഇതാണെങ്കിൽ ജമ്പറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്താവുന്ന ഒരു ഫീച്ചറും ഇതിനകത്തുണ്ട്. അതായത് വെട്ടം പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് DC ലോഡ് ആക്റ്റീവ് ആകും. അങ്ങനെ ഒരു ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ബാറ്ററി ഇതിനകത്ത് സെലക്ട് ചെയ്യണതും ജമ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഏകദേശം 450 രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. പല സമയത്ത് പല റേറ്റാണ്. 10 ആംപിയറിനാണ് ഈ പ്രോഡക്റ്റ്. ഇതിനകത്താണെങ്കിൽ 1 വർഷം കമ്പനി വാറണ്ടി പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. നിലവിൽ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് കാണിച്ചു തരാം അതിൻ്റെ കണക്ഷനും മറ്റു കാര്യങ്ങളും. ഇപ്പോൾ ഇതിനകത്ത് കണക്ഷൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സോളാർ പാനലിൽ നിന്ന് നമ്മൾ ചാർജ് കൺട്രോളറിലേക്ക് കൊടുക്കുന്നു, അതുകൊണ്ട് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നു, ലോഡ് കൊടുക്കുന്നു, അങ്ങനെ എല്ലാ കണക്ഷനും ഇതിൻ്റെ പുറത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലുണ്ട്, അവിടെയും ഇതിൻ്റെ കണക്ഷനും മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിനകത്ത് 24 വോൾട്ടിൽ അതുപോലെ 12 വോൾട്ടിലും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ പാനൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു 165 വാട്ട്സിൻ്റെ പാനലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 12 വോൾട്ട് 50 വാട്ട്സിൻ്റെ 3 പാനൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് സിംഗിൾ പാനൽ 165 വാട്ട്സാണ് ഉപയോഗിക്കുന്നത്. 26 എച്ചിൻ്റെ 2 ബാറ്ററി ടോട്ടൽ 52 എച്ച് ആക്കി പാരലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് 12 വോൾട്ടിൽ തന്നെ. ഇവിടെ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കാണുന്ന 2 സോളാർ പാനലും വന്ന വയറുകളും അത് വേണം ബാറ്ററി, പിന്നെ മൊത്തം ലോഡ്. ഇതിൽ ബാറ്ററിയുടെ ചാർജ് തീരെ കുറവാണെങ്കിൽ ഫസ്റ്റ് കുറച്ച് സ്പീഡിൽ ചാർജ് കയറുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോൾ കുറച്ച് സ്ലോ ആവുന്നുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല. ആ ഒരു ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിസ്പ്ലേ ഇല്ല. നമുക്ക് ഇതിൻ്റെ എത്ര വോൾട്ട് ഉണ്ട്, ഇതിപ്പോൾ ചാർജ് കുറവാണോ മറ്റു കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി ഡിസ്പ്ലേ ഇല്ല. ഇത് കുറച്ച് LED ലൈറ്റുകളുടെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. പിന്നെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സ്ക്രൂവും അതിൻ്റെ കണക്ടറും സംഭവങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വയറ് ഈ സ്ക്രൂ ലൂസാക്കിയിട്ട് ഇതിൻ്റെ അടികൂടെ കയറ്റിയിട്ട് മുറുക്കമാണ് ഇതിൻ്റെ കണക്ഷൻ. അതൊക്കെ വളരെ എളുപ്പമാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ബാക്കിലാണ് 2 ജമ്പർ വെച്ചിരിക്കുന്നത്. ഈ ജമ്പറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഇത് ബാറ്ററിയുടെ മോഡ് ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ നൈറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് വരാൻ പാകത്തിനുള്ള ഫീച്ചറും ഈ ജമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. SMF ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രം ജമ്പർ ഉപയോഗിച്ചാൽ മതി. അതല്ല ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ജമ്പറിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പകൽ ലോഡ് ആവശ്യമില്ല, രാത്രി മാത്രമാണ് നമുക്ക് ലോഡ് ആവശ്യമുള്ളെങ്കിൽ അവിടെ നമ്മൾ ജമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. രാത്രി ആകുമ്പോൾ മാത്രമാണ് ലോഡ് കിട്ടുള്ളൂ. അതായത് നമ്മൾ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് രാത്രി മാത്രം ലോഡ് വരാൻ പാകത്തിന് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെ വർക്ക് ചെയ്യിക്കാനും ഇത് ഉപയോഗിക്കാം. അതിന് അത്യാവശ്യം വലിയ ഹീറ്റ് സിങ്ക് ഒക്കെ ഉണ്ട്. ഞാനിത് പല സമയത്ത് ചെക്ക് ചെയ്ത് നോക്കി. ഇതിന് ഒരു സമയത്ത് വലിയ ഹീറ്റിങ് സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ
ബോർഡിൽ സോൾഡറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നീറ്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോർഡ് തന്നെയാണ്. അതിനകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയാലും മറ്റു കാര്യങ്ങൾ വന്നാലൊന്നും ബോർഡിനൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ അതിനകത്ത് ഷോർട്ടാക്കിയൊക്കെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ഷോർട്ടാക്കിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഉള്ള കാര്യം മറ്റും കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന ബാറ്ററി ടൈപ്പിലാണ് നമ്മൾ ജമ്പർ ഉപയോഗിച്ചിട്ട് ബാറ്ററി മോഡ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ എങ്ങനെ ജമ്പർ കണക്ട് ചെയ്യാമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ജമ്പർ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ചെയ്യുന്നു. ഇതൊരു ക്ലിപ്പ് പോലാണ്, നമ്മൾ ചുമ്മാ അങ്ങ് ഇറക്കിയിട്ടാൽ മതി, സംഭവം അവിടെ ടൈറ്റായിട്ടിരുന്നോളും. നമ്മൾ SMF ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. ഇതാണ് ബോർഡിൻ്റെ ബാക്ക് സൈഡ്, വളരെ നീറ്റായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. കവറ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് വയർ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ബോർഡ് വെച്ചിട്ട് കണക്ട് ചെയ്താൽ തിരിച്ചിടാൻ പറ്റില്ല കവറ്. നമ്മൾ ഒരു സോളാർ ചാർജ് കൺട്രോളർ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ആണ് ഇതിനകത്ത് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവും നെഗറ്റീവും വളരെ നീറ്റായിട്ട് ഷോർട്ട് ആവാനുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ഇതിനകത്ത് ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ LED ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാറ്ററി ചാർജൊക്കെ അറിയുന്നത്. ഇപ്പോൾ നല്ലൊരു ബാറ്ററിക്ക് ചാർജ് കുറവായതുകൊണ്ട് ഇതൊരു ഓറഞ്ച് കളർന്ന ഒരു പച്ച കളറാണ് കത്തിക്കുന്നത്. നല്ല ചാർജ് ഉണ്ടെങ്കിൽ ഇത് ഗ്രീൻ കളറായിട്ട് കത്തും, ഫുൾ പച്ച. അല്ലെങ്കിൽ ഒരു റെഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പച്ചയായിരിക്കും, ആ പച്ചയാണ് ഇവിടെ കത്തുന്നത്. ഇനി നമ്മളിപ്പോൾ നോക്കുന്നത് ഒരു 50 വാട്ട്സിൻ്റെ പാനലാണ് കണക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന പാനലാണ്. ഈ പാനൽ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് സോളാർ പാനൽ ആണ് കണക്ട് ചെയ്യുന്നത്. നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാണ്ട് ടൈറ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഗ്രീൻ LED, മുകൾ ഭാഗത്തുള്ള ഗ്രീൻ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, അതായത് മിന്നി കത്തിക്കൊണ്ടിരിക്കും. ഓഫാകുന്നു, ഓണാകുന്നു, ഓഫാകുന്നു, ഓണാകുന്നു. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാർജ് കയറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ LED പതുക്കെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സൂര്യപ്രകാശം കുറവുള്ള സമയമാണ്, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് കുറവുള്ള സമയത്ത് ഇതിലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മിന്നുന്നത് കാണാം. അപ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ ചാർജ് കയറുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കുറച്ച് ഫുൾ ചാർജ് ആവാറാകുമ്പോൾ ഇത് സ്പീഡ് കുറയുകയും ചെയ്യുന്നുണ്ട്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ സ്പീഡ് ഇത് മിന്നൽ നിന്നിട്ട് ഫുൾ ടൈം കത്തി കിടക്കും. അപ്പോൾ ഫുൾ ചാർജായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ബാറ്ററിയിലെ ചാർജ് കുറവാണ്. അതുമാത്രമല്ല സോളാർ പവറും ലഭിക്കുന്നില്ല വലിയ കാര്യമായിട്ട്, കാരണം വെയിലില്ല. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള ഒരു ചാർജിങ്ങാണ് നടക്കുന്നത്. ഇനി ജമ്പർ വെച്ചിട്ട് ബാറ്ററി കട്ട് ചെയ്യുന്നുള്ള സംഭവം കാണിച്ചു തരാം. അതായത് ഇപ്പോൾ പുറത്ത് ലൈറ്റുള്ള സമയത്തുകൊണ്ട് ഇതിനകത്ത് DC ഔട്ട് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ജമ്പർ കൊടുക്കുകയാണ്. ജമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് DC ഔട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം, മൾട്ടിമീറ്റർ വെച്ചിട്ട് തന്നെ. ഇപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് DC ഔട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിൽ ഇപ്പോൾ DC ഔട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ DC ഔട്ടില്ല. നേരത്തെ 12 വോൾട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ DC ഔട്ടില്ല. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട് നിലവിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതിൽ ഔട്ട് എപ്പോഴും നമുക്ക് കുറച്ച് ലോസ് ആക്കുന്നുണ്ട് സാധനം. ഈ സാധനം ഇല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ ബാറ്ററിയിൽ നിന്ന് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സമയം ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ 2 എണ്ണം ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ട് 2 എണ്ണത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതായത് ലോഡ് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് കുറച്ച് കുറവാണ്. പക്ഷേ ഇതില്ലാണ്ട് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കപ്പ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജമ്പർ ഊരി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 12 വോൾട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ജമ്പർ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം പോകും. കണ്ടോ, അതാണ് ജമ്പറിൻ്റെ പ്രത്യേകത. ഈ ജമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി തെളിയുന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു DC സെറ്റപ്പ് വീട്ടിലുണ്ടാക്കി വയ്ക്കാം. അതായത് ജമ്പർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വീട്ടിൻ്റെ അവിടെ വെട്ടമില്ലാണ്ട് വരുന്നോ ആ സമയത്ത് DC ലോഡ് ഓൺ ആവും. അപ്പോൾ നമ്മൾ DC ലോഡിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് കത്തി കിടക്കും. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് DC ഔട്ട് എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ നോക്കിയിട്ട്. കാരണം ഇതിൻ്റെ DC ഔട്ടിൽ നിന്ന് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കപ്പ് ടൈം കുറവാണ്. ആ സമയത്ത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ
ബാക്കപ്പ് ടൈം കൂടുതൽ കിട്ടുന്നുണ്ട്. അത് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. ഇതിൻ്റെ ചാർജിങ്ങിലൊന്നും നമുക്കങ്ങനെ പ്രശ്നങ്ങളും മറ്റൊന്നും കാണുന്നില്ല. ഇത് കാണുന്നത് ഫുള്ളും ഇതിൻ്റെ ബാക്കപ്പാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കുഴപ്പം, അതിലാണ്ട് ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഇനി നമുക്ക് ഷോർട്ട് ചെയ്ത് നോക്കാം. ഇത് ഷോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടോ ആ റെഡ് ലൈറ്റ് അവിടെ കത്തിയെടുക്കും. പിന്നെ കുറച്ച് സമയത്തേക്ക് നമുക്ക് DC ലോഡ് ഉണ്ടാവില്ല. ആ റെഡ് ലൈറ്റ് എപ്പോൾ ഇവിടെ കെട്ടുപോകുന്നോ ആ സമയത്തായിരിക്കും നമുക്ക് ലോഡ് പിന്നെ തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് ഷോർട്ടായി കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സംരക്ഷണം തരുന്നുണ്ട് നമ്മുടെ ഡിവൈസിനൊക്കെ. ഇനിയിപ്പോൾ DC ഔട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാലും അവിടെ നമുക്ക് 12 വോൾട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം കണ്ടോ, അന്നേരം ഇവിടെ ഈ പറഞ്ഞ കൂട്ട് ഒരു വോൾട്ട് കിടക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഇതിനകത്ത് ലോസ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഇത് 2 ഞാൻ നിലവിൽ മേടിച്ചിട്ടുണ്ട്. ഈ 2 ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഇത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ റെഡ് ലൈറ്റ് മാറിക്കിട്ടും. പക്ഷേ ഇത് ചില സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് DC ലോഡ് ഉപയോഗിക്കുന്ന സമയത്താണ് ഏറ്റവും പ്രശ്നം. സോളാർ ഇല്ലാത്ത സമയത്ത് ഈ റെഡ് ലൈറ്റ് ഇടയ്ക്ക് കത്തുന്നുണ്ട്. എന്താണെന്ന് സംഭവം മനസ്സിലാവില്ല. ഷോർട്ടൊന്നുമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ ഊരിട്ട് രണ്ടാമത് കണക്ട് ചെയ്താൽ മാത്രമാണ് പിന്നെ ഈ സാധനം വർക്കാവുള്ളൂ. അത് ഇതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അത് എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കൊക്കെ. ഇപ്പോൾ തിരിച്ച് DC ലോഡ് വന്നിട്ടുണ്ട്. ആ റെഡ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അത്യാവശ്യം എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം. ഉറപ്പായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു.